അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പഠന ക്ലാസ്സിൻ്റെ 16ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏറെ മഹത്വമുള്ള ധാരാളം നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് അൽ വദൂദ് എന്ന റബ്ബിൻ്റെ ഉത്കൃഷ്ടമായ ഒരു നാമത്തെക്കുറിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അൽ വദൂദ് എന്ന പ്രയോഗം 2 തവണയാണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ബുറൂജിൽ വഹുവൽ ഗഫൂറുൽ വദൂദ്, നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള അധ്യായമായിരിക്കാം. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവിടെ വദൂദ് എന്ന് അള്ളാഹുവിൻ്റെ നാമം അള്ളാഹു പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അവൻ ഏറെ പൊറുക്കുന്നവനാണ്. വഹുവ അവൻ അൽ ഗഫൂർ, ഗഫൂറാണ്, ഏറെ പൊറുക്കുന്നവനാണ്. അതേപോലെ തന്നെ അൽ വദൂദുമാണ്, ഏറെ സ്നേഹമുള്ളവനുമാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹൂദിലെ 90ാമത്തെ വചനം അള്ളാഹു പറഞ്ഞു, വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, അവിടെയും അള്ളാഹു വദൂദാണ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനോട്, രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ കരുണയുള്ളവനും ഏറെ സ്നേഹമുള്ളവനും അത്രയെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അള്ളാഹു വദൂദാണ്. എന്താണ് വദൂദ് എന്ന പദത്തിന് അർത്ഥം? എന്താണ്? ഏറെ സ്നേഹമുള്ളവൻ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടമായ ഒരു നാമമാണ് അള്ളാഹു ഏറെ സ്നേഹമുള്ളവനാണ്. ആരോട്? അവൻ്റെ സൃഷ്ടികളോട് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ സ്നേഹമുള്ളവനാണ്. ഈ വുദ്ദിനെ, വദൂദിനെ, അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അൽ വുദ്ദു മസ്ദറുൽ മവദ്ദ. യഥാർത്ഥത്തിൽ ഈ വദൂദ് എന്ന നാമം ഉണ്ടാകുന്നത് മവദ്ദത്ത്, സ്നേഹത്തിൽ നിന്നാണ്. അള്ളാഹു സ്നേഹിക്കുന്നവനാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെയും ആളുകൾ, അവൻ്റെ സൃഷ്ടികൾ സ്നേഹിക്കുന്നുണ്ട്. മനസ്സിലായി? അള്ളാഹു സ്നേഹമുള്ളവനാണ്. അള്ളാഹുവിനെയും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല വദൂദാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്. നമ്മെ അതിയായി സ്നേഹിക്കുന്നവനാണ്. ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലെ 96ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന ആമനു, വിശ്വാസം സ്വീകരിക്കുകയും വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ,
അവർക്ക് പരമകാരുണ്യകൻ സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഉറപ്പായും അള്ളാഹു അവർക്ക് സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ സ്നേഹമിട്ട് തരുന്നുണ്ട്. നമുക്ക് മറ്റുള്ള ആളുകളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ട്, അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ ഇഷ്ടം നൽകിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞ ആയത്തെന്താ? വമിൻ ആയാതിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം? ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത് റബ്ബിൻ്റെ ആയാത്താണ്, ദൃഷ്ടാന്തമാണ്. സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, ഭൂമിയെ പോലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹു നമ്മളെ ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ്? സമാധാനമടയാൻ വേണ്ടിയാണ്. എന്നിട്ട് പറഞ്ഞു വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വജഅല ബൈനകും, എന്നിട്ട് അള്ളാഹു അവർക്കിടയിലാക്കുകയാണ് എന്ത്? മവദ്ദത്ത്, സ്നേഹമുണ്ടാക്കി. അതേപോലെ തന്നെ റഹ്മത്തുണ്ടാക്കി. ഭാര്യയും ഭർത്താവുമാകുന്നതോടുകൂടെ മീസാഖൻ ഖലീല എന്ന ശക്തമായ കരാറോടുകൂടെ വിവാഹകർമ്മത്തിൽ ഏർപ്പെടുന്ന രണ്ടാളുകളുടെ മനസ്സിൽ അതിയായ സ്നേഹം, അതിയായ ഇഷ്ടം അത് സമ്മാനിച്ചവനാര? അള്ളാഹുവാണ്. മനസ്സിലായി? അതാണ് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ, സ്നേഹമെന്ന് പറഞ്ഞാൽ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളെ ഇഷ്ടമുണ്ട്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ട് സ്നേഹം നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രിയിൽ പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. അവർ രണ്ടുപേരും ചെന്ന് നോക്കുമ്പോൾ പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ ഒരു മയ്യത്തുണ്ട്. ആ മയ്യത്ത് ആരുടേതാണെന്നറിയോ? മഹാനായ സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് വിളിച്ച അബ്ദുള്ള ദിൽ ബിജാദൈൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ മയ്യത്താണ്. ദുൽ ബിജാദൈൻ, ആ പേരിൻ്റെ അർത്ഥം എന്താ? ഒരു തുണിയെ, ഒരു പുതപ്പിനെ രണ്ടാക്കി കഷ്ണിച്ച് ഒരു തുണി എടുക്കുകയും ഒന്ന് മേൽമുണ്ടായി ധരിക്കുകയും ചെയ്തയാൾ, അതാണ് ദുൽ ബിജാദൈൻ എന്ന് പറഞ്ഞാൽ. ഒരു തുണിയെ രണ്ടാക്കി മുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ശരീരത്തിന് മുകളിൽ പുതച്ചു, ഒന്ന് ഉടുത്തു. എന്താ അതിൻ്റെ പശ്ചാത്തലം? എന്താ? അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മദീനക്കാരനാണ്. മദീനയിൽ അദ്ദേഹം ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, അനാഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്, അദ്ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നത് അമ്മാവനാണ്. അപ്പം അമ്മാവൻ്റെ സംരക്ഷണത്തിലാണ് അദ്ദേഹം കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചു. അപ്പം അദ്ദേഹത്തിന് മുസ്ലിം ആകണം. പക്ഷെ അമ്മാവൻ സമ്മതിക്കണില്ല. അമ്മാവൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഒരു ദിവസം എല്ലാ ധൈര്യവും സംഭരിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആകണം എന്ന് പറഞ്ഞു. അമ്മാവനോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആകണം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ആവൂല, ഞാൻ മുഹമ്മദ് നബി അംഗീകരിക്കുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ആകും, ഞാൻ ഇസ്ലാം സ്വീകരിക്കും. അപ്പം അമ്മാവൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സഹോദരൻ പറഞ്ഞ വാചകം, നിന്നെ സംരക്ഷിക്കുന്നത് ഞാനാണ്, നിന്നെ സംരക്ഷിക്കുന്നത് ഞാനാണ്, നിനക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നത് ഞാനാണ്. ഞാൻ പറയാതെ നീ എങ്ങനെ ഇസ്ലാം സ്വീകരിക്കുക? നീ എങ്ങാനും ഇസ്ലാം സ്വീകരിക്കുകയാണ് എങ്കിൽ നിന്റെ അടുത്തില്ല ഇൻ അസ്ലംത, നീ എങ്ങാനും ഇസ്ലാം സ്വീകരിക്കുകയാണ് എങ്കിൽ ഞാൻ നിനക്ക് നൽകിയതെല്ലാം ഞാൻ തിരിച്ചു വാങ്ങുന്നതാണ്, എല്ലാം തിരിച്ചു വാങ്ങുന്നതാണ്. പക്ഷെ അദ്ദേഹം വിശ്വാസം ഒഴിവാക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ചരിത്രം പറയുന്നത് അബ്ദുള്ള ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വരെ അഴിച്ചു വാങ്ങിയെന്നാണ്. നോക്കൂ നിങ്ങൾ, വസ്ത്രങ്ങൾ വരെ അഴിച്ചു വാങ്ങി. സങ്കടത്തോടുകൂടെ അബ്ദുള്ള ഉമ്മയുടെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, ഞാൻ മുസ്ലിമായി മുഹമ്മദ് നബിയെ അംഗീകരിച്ചു എന്ന ഒരു കാരണം കൊണ്ടാണ് അമ്മാവൻ എന്നെ ഇതുപോലെ ഉപദ്രവിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഉമ്മ ഒരു പുതപ്പെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. ആ പുതപ്പിനെ രണ്ടാക്കി മുറിച്ച് അത് ഒന്ന് ധരിക്കുകയും ഒന്ന് ഉടുക്കുകയും ഒന്ന് മേലിൽ പുതക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം നബിൻ്റെ മുമ്പിൽ വരിക സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അൻത, നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു അന അബ്ദുൽ ഉസ്സ, ഞാൻ അബ്ദുൽ ഉസ്സയാണ്. വകാന ഇസ്മുഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ അൻത അബ്ദുല്ലാ, ബൽ അൻത അബ്ദുല്ലാ ദുൽ ബിജാദൈൻ. അപ്പോൾ നബി പറഞ്ഞു നിങ്ങൾ അബ്ദുൽ ഉസ്സ അല്ല, പിന്നെ ആരാ? നിങ്ങൾ അബ്ദുല്ലാ ദിൽ ബിജാദൈനാണ്, നിങ്ങൾ അബ്ദുല്ലാ ദിൽ ബിജാദൈനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പേര് നൽകുകയുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ദിൽ ബിജാദൈൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനാകുന്നത്. അദ്ദേഹം അനുഭവിച്ച ത്യാഗം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം അദ്ദേഹത്തിൻ്റെ മയ്യത്താണ് നബിയുടെ മുമ്പിലുള്ളത്. ഖൈബർ യുദ്ധത്തിൻ്റെ സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹുവിനൊക്കെ ആ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ സഹായിക്കുന്ന സമയത്ത് അവർ കേട്ടു അല്ലാഹുമ്മ ഇന്നി അംസൈതു അൻഹു റാദിയൻ ഫർളാ അൻഹു. നബി അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലാഹുവേ ഈ പ്രദോഷത്തിൽ ഈ അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, ഇയാളോട് എനിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ട് റബ്ബേ നീയും അവനെ ഇഷ്ടപ്പെടണം, നീയും അവനെ സ്നേഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു എന്നാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞെന്തിനറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടണം. റബ്ബ് സ്നേഹമുള്ളവനാണ്. ആ റബ്ബിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കണം. അല്ലാഹു വദൂദാണ്. ആ വദൂദായ റബ്ബിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ റബ്ബിനെ സ്നേഹിക്കണം. അതൊരു ഇബാദത്താണ്. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത് ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാവൂദ് നബിയുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക. ദാവൂദ് നബി പ്രാർത്ഥിച്ചിരുന്നു, പടച്ചോനെ ഞാൻ നിന്നോട് നിന്റെ ഇഷ്ടത്തെ ചോദിക്കുന്നു, ഞാൻ നിന്നോട് നിന്റെ ഇഷ്ടത്തെ, സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു. അതേപോലെ തന്നെ വഹുബ്ബ മൻ യുഹിബ്ബുക, നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടത്തെയും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ദുനിയാവിൽ, അവർ നമ്മളെ സ്നേഹിക്കണം, അവർ നമ്മളെ ഇഷ്ടപ്പെടണം. അതാണ് ദാവൂദ് നബിയുടെ ചോദ്യം. അതേപോലെ തന്നെ അള്ളാഹുവേ നീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമലുകളുണ്ട്, നീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമലുകളുണ്ട്, ആ അമലുകളെ സ്നേഹിക്കാൻ, ആ അമലുകളെ ഇഷ്ടപ്പെടാൻ, ആ അമലുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ റബ്ബേ നീ എനിക്ക് തൗഫീക്ക് നൽകണമെന്ന് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തിരുന്നു എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. അല്ലാഹുവേ നിന്റെ ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടവും അതേപോലെ തന്നെ നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തികളെ ഇഷ്ടപ്പെടാനുള്ള തൗഫീക്കും. എന്തിനാണത്? റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചിലത് വിശദീകരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുക, അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹുബ്ബ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല വദൂദാണ്, റബ്ബിൻ്റെ നാമമാണ് വദൂദ്, അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ് അവൻ. ആ സ്നേഹം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അത് നമ്മൾ ചെയ്താൽ മതി. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ പല സ്ഥലങ്ങളിലും അള്ളാഹ്ക്ക് ഇന്ന കാര്യം ഇഷ്ടമാണ്, അള്ളാഹുവിന് ഇന്ന സ്ഥലം ഇഷ്ടമാണ്, ഇന്ന പ്രവൃത്തി ഇഷ്ടമാണ്, ഇന്ന കാര്യം ഇഷ്ടമാണ് എന്നിങ്ങനെ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കുകയും അവയെ സ്നേഹിക്കുകയും ചെയ്താൽ റബ്ബിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി ഈമാനുൻ ബില്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു അമലെന്താ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഈമാനാണ്, അള്ളാഹുവിനുള്ള വിശ്വാസമാണ്. അപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാരാ? പടച്ചോനിൽ വിശ്വാസമുള്ള ആൾക്കാരാണ്, ഈമാനുള്ള ആൾക്കാരാണ്. നമ്മൾ ഈമാനുള്ളവരാണോ? നമ്മൾ ഈമാനുള്ളവരാണ് എങ്കിൽ അള്ളാഹിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ? അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. തവക്കുലാക്കേണ്ടത് അവനിലാണ് അല്ലേ? പേടിക്കേണ്ടത് അവനെയാണ്. അതേപോലെ പ്രതീക്ഷ വെക്കേണ്ടത് അവനിലാണ്. റാസിഖ് അവനാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അതെന്തിനുള്ള വഴിയാണ്? റബ്ബിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കുന്ന വഴിയാണ്. നമ്മുടെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാനോ സഹായം ചോദിക്കാനോ ഒന്നും പാടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ ഇതൊക്കെ ആർക്കായിരിക്കണം? പടച്ചോൻ. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ആ തൗഹീദുള്ള ആളുകളെ, ഈമാനുള്ള ആളുകളെ, അള്ളാഹുവിനെ ഏകനാക്കുന്ന ആ ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്ന ആളുകളെ പടച്ചോൻ ഇഷ്ടമാണ്. അള്ളാഹുവിന് അവരോട് സ്നേഹമാണ്. അതുകൊണ്ട് ആ ഒരു ഗണത്തിൽ നമ്മൾ ഉണ്ടാകണം, ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ ഉണ്ടായാൽ,
മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുനമ്പത്ത് ബീബിയെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ നമ്മളെങ്ങനെ വിശ്വാസികളാകുക? നമ്മളെങ്ങനെ ഈമാനുള്ള ആൾക്കാരാകുക? ശ്രീരാമനെ രക്ഷിക്കണേ, ശ്രീകൃഷ്ണ രക്ഷപ്പെടുത്തണേ എന്നൊക്കെയുള്ള വിശ്വാസം അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. നമുക്കറിയാം അല്ലേ? അവർക്കവരുടെ സ്വാതന്ത്ര്യമുണ്ട്. ഏതൊരാൾക്കും, ഇപ്പം ഇന്ത്യ രാജ്യത്ത് ഏതൊരാൾക്കും ഏത് മതം സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ശ്രീരാമനോട്, ശ്രീകൃഷ്ണനോട്, യേശുക്രിസ്തുവിനോട്, ശ്രീബുദ്ധനോട് ആരോടും പ്രാർത്ഥിക്കുക. അവർക്ക് അത് മനുഷ്യൻ്റെ അവകാശമാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ശ്രീരാമനും ശ്രീകൃഷ്ണനും മുഹമ്മദ് നബിയും അതേപോലെ തന്നെ ബദരീങ്ങളും മുനമ്പത്ത് ഇവരൊന്നും സൃഷ്ടാവല്ല. ഇവരൊക്കെ മഖ്ലൂക്കാണ്, സൃഷ്ടികളാണ്. ഇവരൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പേ ഭൂമിയെ ഒരുക്കി വെച്ചൊരു സൃഷ്ടാവുണ്ട്. മനസ്സിലായില്ലേ? ഇവരൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവരെല്ലാം ജനിക്കുന്നതിന് ഭൂമിയെ സംവിധാനിച്ചവൻ, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഭൂമിയിൽ ഒരുക്കി വെച്ചവൻ, ആ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ അതാരാ? യേശുക്രിസ്തുവിനെ ആരാണോ പടച്ചത് അവനാണ് സൃഷ്ടാവ്. മുഹമ്മദ് നബിയെ ആരാണോ പടച്ചത് അവനാണ് സൃഷ്ടാവ്. മുഹയ്യുദ്ദീൻ ഷേഖിനെയും റിഫായി ഷേഖിനെയും ആരാണോ പടച്ചത് അവനാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ അംഗീകരിക്കുക. മനസ്സിലായോ? അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ആ തൗഹീദുള്ള ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റബ്ബിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ, വദൂദായ റബ്ബിൻ്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള ഒരു വഴി എന്താ? ഒരു വഴി നമ്മുടെ ഈമാൻ ശരിയാക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ വഴി എന്താ? ഹദീസിൽ കാണാം, സുമ്മ സിലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർക്കുക. പ്രിയപ്പെട്ടവർ, ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ ആളുകളും ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണോ? കുടുംബ ബന്ധം ചേർക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്. കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? പക്ഷെ പല ആളുകളും ഇന്ന് ബന്ധങ്ങൾ മുറിക്കുന്ന ആൾക്കാരാണ്. ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. മാതാപിതാക്കളെപ്പോലും അവഗണിക്കുന്ന മക്കളാണിന്ന്. അതേപോലെ തന്നെ വളരെ അടുത്ത രക്തബന്ധമുള്ള ആളുകൾ പോലും ശത്രുതയിലും മാനസികമായി അകൽച്ചയിലും കഴിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും അതേപോലെ തന്നെ മക്കളും, അങ്ങനെയുള്ള കുടുംബങ്ങൾ, സ്നേഹം പകരേണ്ട, സ്നേഹം ഉണ്ടാകേണ്ട അത്തരം ബന്ധങ്ങൾ പോലും അകന്നു നിൽക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, റബ്ബിൻ്റെ സ്നേഹം ലഭിക്കണോ, റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടണോ, എന്ത് വേണം? ബന്ധങ്ങൾ നന്നാക്കണം. ഭർത്താവിനോട് നന്നായി പെരുമാറുന്ന ഭാര്യയാകണം, ഭാര്യയോട് മാന്യമായി ഇടപഴകുന്ന ഭർത്താവാകണം, ഉമ്മാനെയും ഉപ്പയെയും സ്നേഹിക്കുന്ന മക്കളാകണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടുക. കുടുംബ ബന്ധം മുറിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസിൽ തന്നെ മൂന്നാമത്തെ ഒരു ഗുണം പറഞ്ഞു. റബ്ബിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള വഴി എന്താ? സുമ്മൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്താ? പ്രബോധകരാകണം. മനസ്സിലായോ? പ്രബോധകരാകണം. ദീന് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. എത്ര ആൾക്കാരാ ദീൻ അറിയാത്ത ആൾക്കാർ, അള്ളാൻ അറിയാത്ത, നബിയെ അറിയാത്ത, ഖുർആൻ എന്താണെന്നറിയാത്ത, ഹദീസുകളെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത, അല്ലെ, ദീനിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടാത്ത എത്രങ്ങോനും മനുഷ്യന്മാരുണ്ട് നമ്മുടെ പരിചയത്തിൽ, നമുക്കറിയാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ. അവരോട് ദീന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നന്മകൾ കൽപ്പിക്കണം. ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കണം, സലാം പറയണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കണം. ഇതൊക്കെ നന്മകളാണ്. ഈ നന്മകൾ നമ്മൾ ചെയ്യണം. നന്മകൾ നമ്മൾ ചെയ്യുകയും മറ്റുള്ളവരോട് നന്മകൾ ചെയ്യാൻ കൽപ്പിക്കുകയും വേണം. അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നാ. നന്മ കൽപ്പിച്ചാൽ മാത്രം പോരാ, തിന്മ വിരോധിക്കും വേണം. തിന്മകൾ വിരോധിക്കണം. മനസ്സിലായില്ലേ? തിന്മകളുണ്ട്. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് നമ്മൾ പറയണം. ആളുകളെ ബോധ്യപ്പെടുത്തണം. തിന്മകൾ എന്തൊക്കെയുണ്ട്? അനീതി കാണിക്കരുത്, അക്രമം കാണിക്കരുത്, കൈക്കൂലി വാങ്ങരുത്, അരാജകത്വം ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ എന്തൊക്കെ തിന്മകളുണ്ടോ, നമ്മൾ കാണുന്ന തിന്മകളെ മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ കാണാൻ പറ്റും. ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ നാവ് കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ വെറുക്കുകയെങ്കിലും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഈ ഹദീസിൽ അള്ളാഹു പറഞ്ഞ വാചകം എന്താ? അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് വിശ്വാസമുള്ള ആളുകൾ, കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ വദൂദായ റബ്ബിൻ്റെ സ്നേഹം ലഭിക്കും. മനസ്സിലായോ? വദൂദായ, അങ്ങേയറ്റം സ്നേഹിക്കുന്ന റബ്ബിൻ്റെ സ്നേഹം ആർക്കാ ലഭിക്കുക? ഈ ഗുണങ്ങളുള്ള ആളുകൾക്കാണ്.
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു വമൻ ലം യുഹിബ്ബു ലിഖാ അല്ലാഹ് ലം യുഹിബ്ബു അല്ലാഹു ലിഖാഅഹു. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? അള്ളാഹിനെ സ്നേഹിക്കട്ടെ എന്നാ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടട്ടെ, എങ്കിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബിനെ നമുക്ക് കാണണ്ടേ? ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയ, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്ന അള്ളാഹുവിൻ്റെ തിരുമുഖം നമുക്ക് ദർശിക്കണ്ടേ? അതിനെന്ത് വേണം? നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കണം. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ? അള്ളാഹിൻ്റെ മുഖം ദർശിക്കുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള വഴിയാണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലു ഇമ്രാനിലെ 31-ാമത്തെ ആയത്ത് നബിയെ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നബിയെ പിൻപറ്റണം. അപ്പം നബിയെ പിൻപറ്റുക എന്നുള്ളത് അള്ളാഹിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. അതിൻ്റെ അർത്ഥം എന്താ? പ്രവാചകനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ നബിയുടെ ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, നബി കാണിച്ചു തന്നതുപോലെ ജീവിക്കുക. അപ്പം എന്ത് ചെയ്യും? അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടും. പുരുഷന്മാർ താടി വളർത്തണം, സ്ത്രീകൾ മാന്യമായി വേഷം ധരിക്കണം, അല്ലെ? ഔറത്ത് മറച്ചേ പുറത്തു പോകാൻ പാടുള്ളൂ. സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല പുറത്തിറങ്ങുമ്പോൾ. പല സ്ത്രീകളും സുഗന്ധം അടിച്ചാണ്, സ്പ്രേ അടിച്ചാൽ പുറത്തേക്ക് പോകുന്നത്. പാടില്ലാത്ത കാര്യമാണ്. പ്രവാചകനെ എതിർക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്, അല്ലേ? സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് എവിടെ? ഭർത്താവിൻ്റെ മുമ്പിലാണ്. അത് ഹദീസിൽ വന്ന വിഷയമാണ്, നബിയുടെ കൽപ്പനയാണ്, ഇസ്ലാമിൻ്റെ നിയമമാണ്. അതിനെ തെറ്റിക്കുന്ന ആൾക്കാർ കല്യാണത്തിനും അതേപോലെ തന്നെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ ഔറത്തൊക്കെ പുറത്ത് കാണിച്ച് പ്രകടമാക്കി നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ നബിയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്, നബിയെ അനുധാവനം ചെയ്യാത്ത ആൾക്കാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം എന്താ? പ്രവാചകന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു സ്നേഹിക്കുമെന്നാണ്. അതുകൊണ്ട് നബിയുടെ സുന്നത്തുകൾ നമ്മൾ പഠിക്കണം. മഹാനായ ഇബ്നു ഉമർ, മഹാനായ അബി ജാഫർ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ആരെങ്കിലും അള്ളാഹുവിനെ അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കും. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അവൻ എന്ത് ചെയ്യും? അള്ളാഹുവിനെ അനുസരിക്കും. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ വാചകം ഉത്തുബയിൽ നിന്ന് അദ്ദേഹം പറയും, മൻ അറഫല്ലാഹു അഹബ്ബഹു വമൻ അഹബ്ബല്ലാഹ അതാഅഹു വമൻ അതാഅല്ലാഹ അക്റമഹു വമൻ അക്റമഹു അസ്കനഹു ഫീ ജിവാരിഹി. അദ്ദേഹം വിശദീകരിക്കാണ്, ആരെങ്കിലും അള്ളാഹിനെ അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അവനെ അനുസരിക്കും, അള്ളാഹുവിനെ അനുസരിച്ചാൽ അള്ളാഹു നമ്മൾ ആദരിക്കും. മനസ്സിലായോ? അള്ളാഹുവിനെ അറിഞ്ഞ ഒരാൾ അള്ളാഹിനെ അനുസരിക്കും. അള്ളാഹിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ അനുസരിക്കുന്നത് പ്രവാചക തിരുമേനി പഠിപ്പിച്ചതിലൂടെയാണ്. പ്രവാചകന്റെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ നബിനെ അനുസരിക്കുകയാണ്. അത് അള്ളാഹുള്ള അനുസരണമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, വദൂദായ റബ്ബിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള വഴി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക, സുന്നത്തുകൾ പിന്തുടരുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു കാര്യം എന്താ അറിയോ? പ്രവാചകനോട് ചോദിച്ചു, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലേതാ? അസ്വലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്ന ആൾക്കാരെ പടച്ചോന് ഇഷ്ടമാണ്. വദൂദായ റബ്ബിന്, നമ്മെ സ്നേഹിക്കുന്ന റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണിത്. സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത്, സമയമാകുമ്പോൾ നിസ്കരിക്കുക. ഓരോ സമയത്തും നമസ്കാരത്തിന് ഓരോ സമയമുണ്ട്, അല്ലേ? ളുഹ്റപ്പഴ നിസ്കരിക്കേണ്ടതൊരു സമയമുണ്ട്, അസറിന് സമയമുണ്ട്, മഗ്രിബിനും ഇശാഇനും സുബൈക്കൊക്കെ സമയമുണ്ട്. അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അസ്വലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ സുജൂദ് വർദ്ധിപ്പിക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. സുജൂദ് വർദ്ധിപ്പിക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് സൗബാൻ റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, നബിയെ, ഞാൻ സ്വർഗത്തിൽ എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തി പറഞ്ഞു തരൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചു, നബി ഒന്നും മിണ്ടിയില്ല. അവസാനം നബി അദ്ദേഹത്തോട് പറഞ്ഞത്, അലൈക ബികസറത്തി സുജൂദി ലില്ലാ, നീ എന്ത് ചെയ്യണം? നബിയെ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നിങ്ങളുടെ സാമീപ്യം ലഭിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന ചോദ്യം.
നബി ഇതിന്റെ വഴി പറഞ്ഞു കൊടുത്ത എന്താ? സുജൂദ് വർദ്ധിപ്പിക്കുന്ന, സുജൂദ് വർദ്ധിപ്പിക്കുക. അങ്ങനെ നീ സുജൂദ് ചെയ്യുകയാണ് എങ്കിൽ ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻഹാ ബിഹാ ഖതീഅ. അല്ലാഹു എന്ത് ചെയ്യും? നിന്റെ ദറജ ഉയർത്തി തരും. അതേപോലെ തന്നെ നിന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിന്റെ ഇഷ്ടം ലഭിക്കുന്ന, അല്ലാഹു നമ്മുടെ ദറജകൾ വർദ്ധിപ്പിച്ചു തരുന്ന ഒരു അമലാണെന്ത്? സുജൂദ് എന്നുള്ളത്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഒരു അടിമ അള്ളാഹുവുമായി ഏറ്റവും അടുക്കുന്ന സമയം ഏതാ? അത് സുജൂദാണ്, സുജൂദിന്റെ സമയമാണ്. ഒരു സുജൂദ് കിടക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അവർ സുജൂദുകൾ വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുക, സ്മരിക്കുക, ദിക്റുകൾ ഉണ്ടാകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ തമൂത വലിസാനുക റത്ബൻ മിൻ ദിക്രില്ല. നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലാണ്, പടച്ചോന് ഇഷ്ടമുള്ള കാര്യം എന്താ? നീ മരിക്കുന്ന സമയത്തും എന്ത് ചെയ്യണം? നിന്റെ നാവ്, നിന്റെ ഹൃദയം, നിന്റെ നാവ് എന്ത് ചെയ്യണം? അത് ദിക്റിനെ കൊണ്ട് ധന്യമായിരിക്കണം. ദിക്ർ ചൊല്ലുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ഉടമയായിക്കൊണ്ട് ജീവിക്കാൻ പറ്റണം. അത് പടച്ചോന് ഇഷ്ടമുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പം അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ദിക്റുകൾ ഉണ്ടാക്കണം ജീവിതത്തിൽ. നമ്മൾ മഹാനായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ദിക്റുകൾ കൊണ്ട് നാവും ഹൃദയവും തിരക്കിലായവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ പ്രകാശം അള്ളാഹു ഇട്ടുകൊടുക്കുന്നതാണ്. എന്താ മനസ്സിലായോ? നാവും ഹൃദയവും ദിക്റ് കൊണ്ട് ശുഗലിലായവൻ, അഥവാ മനസ്സിൽ അള്ളാഹിനെ ഓർക്കുക, നാവ് കൊണ്ട് തസ്ബീഹും തഹ്മീദൊക്കെ നടത്തുക, തക്ബീറും തഹ്ലീലൊക്കെ ചൊല്ലുക. അങ്ങനെ ചൊല്ലുന്ന ആളുകളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? അള്ളാഹുവിനോടുള്ള ഇഷ്ടം അവനിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ദിക്ർ ചൊല്ലുന്ന ആൾക്കാരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള 4 വാചകങ്ങൾ പറഞ്ഞു. അത് ഏതുകൊണ്ട് തുടങ്ങാം? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. എല്ലാവർക്കും അറിയണ ദിക്റ. ഇത് ചൊല്ലിക്കോളി നിങ്ങൾ. നമുക്കിത് ചൊല്ലാം. അത് ചൊല്ലുന്നതിലൂടെ റബ്ബിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും. മനസ്സിലായോ? അപ്പോൾ വദൂദായ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ, നമ്മളെ സ്നേഹിക്കണമെങ്കിൽ, അവൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ, പ്രത്യേകമായ സ്നേഹം. റബ്ബ് എല്ലാ മനുഷ്യന്മാരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മഴ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് വെള്ളം കിട്ടുന്നത്, അതേപോലെ തന്നെ അതുകൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശം. ഇതൊക്കെ പടച്ചവൻ നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടാണ്. അവൻ്റെ സൃഷ്ടികളോട് അവൻ റഹ്മത്ത് കാണിക്കുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. എന്നാൽ ഖാസായൊരു സ്നേഹമുണ്ട്, പ്രത്യേകമായൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം ആർക്കാ കിട്ടുക? വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക് അത് ലഭിക്കണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യണം. ആ കാര്യങ്ങളാണ് നമ്മൾ എണ്ണിപ്പറയുന്നത്. അപ്പോൾ വദൂദായ റബ്ബിന് അവനെ ഓർക്കുന്നവരെ, ദിക്ർ ചൊല്ലുന്നവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പഠിക്കണം, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ പഠിക്കണം, അത് ചൊല്ലണം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റബ്ബിൻ്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വഅഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണെന്നാണ്. അപ്പോൾ സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതാ. അവർ നന്മയിൽ ധൃതി കാണിക്കുന്ന ആൾക്കാരാണെന്നാ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം എന്നാണ്, തിരക്ക് കൂട്ടണം എന്നാണ്. അപ്പം നന്മയിൽ മത്സരിക്കുക, നന്മ ചെയ്യാൻ മത്സരിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണത്. എത്ര നന്മകളുണ്ട്, എന്തെല്ലാം നന്മകളുണ്ട്. ആ നന്മകളൊക്കെ എന്ത് ചെയ്യുകയാണ് എങ്കിൽ അതിലൂടെ വദൂദായ റബ്ബിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ പരസ്പരം ഇഷ്ടപ്പെടുക, മനുഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അനുവദനീയമായ സ്നേഹം അല്ലെ. നിഷിദ്ധമായ ബന്ധങ്ങളുണ്ട്, അവിഹിതങ്ങളുണ്ട്, അതല്ല. മറിച്ച് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ആൾക്കാരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ തബാറക വ തആല ഇദാ അഹബ്ബ അബ്ദൻ നാദാ ജിബ്രീൽ. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ജിബ്രീലിനെ വിളിക്കുമെന്നാണ്. എന്നിട്ട് പറയും, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ, എനിക്ക് ഇന്നാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും അയാളെ, ജിബ്രീലിനോട് പറഞ്ഞത്, നീയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. അങ്ങനെ ജിബ്രീൽ ഇഷ്ടപ്പെടും. ഫയുഹിബ്ബുഹു ജിബ്രീൽ സുമ്മ യുനാദി ജിബ്രീൽ ഫിസ് സമാഇ, പിന്നെ ജിബ്രീൽ എന്ത് ചെയ്യും? ആകാശത്തുള്ള ആളുകളെ, മലക്കുകളെ വിളിക്കും. എന്നിട്ട് അവരോട് പറയും, അള്ളാഹ്ക്ക് ഇയാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അയാളെ ഇഷ്ടപ്പെടണം. അങ്ങനെ അവരും ഇഷ്ടപ്പെടുമെന്നാണ്. നോക്കി നിങ്ങൾ, നമ്മളെ അള്ളാഹുവിന് ഇഷ്ടമായാൽ എന്താ ചെയ്യണത്? അള്ളാഹു ജിബ്രീലിനോട് പറയാം, ജിബ്രീലെ ഇന്ന ആളെനിക്ക് ഇഷ്ടമാണ്. നമ്മളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമോ പടച്ചോൻ?
നമ്മളെ ഇഷ്ടമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടാകുമോ? ഇല്ലെങ്കിൽ എന്ത് വേണം? ഈ പണികൾ നമ്മൾ ചെയ്താൽ, ഈ അമലുകൾ നമ്മൾ ചെയ്താൽ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ എന്ത് ചെയ്യും? അതിലൂടെ റബ്ബിന്റെ ഇഷ്ടം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നബിയോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, ദല്ലൂനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹു വഅഹബ്ബനി അന്നാസ്. നബിയെ, നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. ഞാനത് ചെയ്താൽ അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടം ഉണ്ടാകണം, അതേപോലെ തന്നെ ജനങ്ങൾ പിന്നെ ഇഷ്ടപ്പെടണം, ജനങ്ങൾ സ്നേഹിക്കണം, അള്ളാഹ് ഇഷ്ടപ്പെടണം. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹദ് ഫി ദുനിയ യുഹിബ്ബുക്കല്ലാഹ്. ദുനിയാവിനോട് വിരക്തി കാണിക്കുക, ദുനിയാവിലെ സുഖങ്ങളുടെ സൗകര്യങ്ങളുടെ പിറകെ ഓടാതിരിക്കുക. ദുനിയാവ് ആവശ്യത്തിന് മതിയ, അമിതാകണ്ട, എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നിനക്ക് ലഭിക്കും. അതേപോലെ തന്നെ ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക. മനുഷ്യന്മാർക്ക് പലതും ഉണ്ടാകും, നല്ല വാഹനം, നല്ല വീട്, നല്ല സമ്പത്ത്, സൗകര്യം ഇതൊക്കെ ഉണ്ടാകും. അപ്പം അതിനോട് അസൂയ വെക്കാതെ, അത് ആഗ്രഹിക്കാതിരിക്കുക, അവരുടെ കയ്യിലുള്ളത് കൊതിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. എത്ര സിമ്പിളാണ്. പടച്ചവൻ്റെ ഇഷ്ടം കിട്ടാൻ വഴി എന്താ? ആവശ്യമുള്ളത് മതി അല്ലേ? പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവേ, പിന്നെ വയറ് നിറയാനുള്ള ഭക്ഷണം, ആർത്തിയടങ്ങാത്ത മനസ്സ്, അതൊക്കെ മതിയെന്ന്. ആവശ്യത്തിനുള്ള ഭക്ഷണവും അതേപോലെ തന്നെ പിന്നെ സൗകര്യങ്ങൾക്കും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഏറെ ഉണ്ടാകാനല്ല. അധികമുണ്ടായാൽ പലപ്പോഴും പല ആളുകൾ അള്ളാനെ മറക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിന് നമുക്ക് ആവശ്യമുള്ളത്, അതിൽ സംതൃപ്തിപ്പെടുക. മനസ്സിലായില്ല? അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യും? അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അനീതി കാണിക്കുക, അക്രമം കാണിക്കുക, അഹങ്കരിക്കുക, ഇതൊന്നും പടച്ചവന് ഇഷ്ടമല്ല, ഇതൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കും വേണം, അത്തരം ദുഷ്കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും വേണം. അകന്ന് നിന്നാൽ മാത്രമാണ് റബ്ബിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ ഒരു രത്ന ചുരുക്കം എന്താ അറിയോ? അവധൂതായ റബ്ബിൻ്റെ സ്നേഹം നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടമുള്ളവനാണ്. ആ ഇഷ്ടം ലഭിക്കണമെങ്കിൽ എന്തുണ്ട്? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നാം സ്നേഹമുള്ളവരാകണം അല്ലേ? അതേപോലെ നാം സലാം പറയുക, അത് പരസ്പരം ഇഷ്ടം വർദ്ധിക്കാനുള്ള വഴിയാണ്. ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അർഹരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ദുർബലരായ മൃഗങ്ങൾ എന്ത് ചെയ്യുക? അവരെ സഹായിക്കുക, അവരെ പരിചരിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിലൂടെ റബ്ബിൻ്റെ സ്നേഹവും അതേപോലെ തന്നെ ഈ ഈ നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകളുടെ ഇഷ്ടവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് വദൂദായ റബ്ബിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കുന്ന പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഓരോരുത്തരും ധന്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.